السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. صلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. എല്ലാ വെള്ളിയാഴ്ചയും ജുമാ നിസ്കാര ശേഷം അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. ഈ ലോകത്ത് അറിവുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് എന്നത് അള്ളാഹുവിനെ കുറിച്ച് അറിയുക, പഠിക്കുക എന്നതാണ്. ഈ അറിവ് സ്വർഗപ്രവേശനത്തിന് ഉതകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് മൻ അഹ്സാഹ ദഖലൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിൻ്റെ 99 നാമങ്ങളെ ഇഹ്സാ ചെയ്ത് കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അപ്പോൾ എന്താണ് ഇഹ്സാ എന്ന് പറഞ്ഞാൽ? 2-3 വിശദീകരണങ്ങൾ നമുക്കതിൽ വായിച്ചെടുക്കാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ പഠിക്കുക, അതിൻ്റെ തേട്ടമനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സവിശേഷതകൾ, അള്ളാഹുവിൻ്റെ കഴിവിനെ, അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ ഇത് മനസ്സിലാക്കുന്ന ഒരു മുഅ്മിനിന് മാത്രമേ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ശരിയാവണ്ണം കണക്കാക്കുവാനും ആരാധിക്കുവാനും സാധിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളെ പഠിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട മേഖലകൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അത്തരത്തിൽ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ അൽ വാഹിദ് എന്ന നാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ അൽ വാഹിദ് എന്ന നാമം 22 തവണകൾ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ആ 22 തവണകൾ ആവർത്തിച്ച് വന്നതിൽ 6 തവണ അൽ ഖഹാർ എന്ന നാമത്തിനോടൊപ്പം ചേർന്നിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അൽ വാഹിദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏകനാണ് എന്നാണ്. അള്ളാഹു ഏകനാണ്. ഈ ലോകം മുഴുവൻ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് ഇണകളായിക്കൊണ്ടാണ്. എല്ലാത്തിനെയും അള്ളാഹു പടച്ചിട്ടുള്ളത് ഇണകളായിക്കൊണ്ടാണ്. എന്നാൽ ഇണയില്ലാത്ത, തുണയില്ലാത്ത, മക്കളില്ലാത്ത, ജനിക്കാത്ത, ജനിപ്പിക്കാത്തവൻ അവൻ ഏകനായ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അവനാണ് അൽ വാഹിദ് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച് നൽകുന്നുണ്ട്. ഈ ലോകത്തെ എല്ലാ സൃഷ്ടിജാലങ്ങളും അവൻ്റെ ഏകത്വത്തെ പഠിപ്പിച്ച് നൽകുന്നു, വിളിച്ചോതുന്നു എന്നത് പണ്ഡിതന്മാർ എടുത്തു പറയുന്ന ഒരു വിഷയമാണ്. വഫി കുല്ലി ഷൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദുൻ ഫയാ അജബ. പണ്ഡിതന്മാർ പറയാണ്, ഈ ലോകത്തുള്ള ഏതേത് വസ്തുക്കളുണ്ടോ അതെല്ലാം അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അറിയിക്കുന്നു എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഭീമാകാരന്മാരായ ജീവികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് സംവിധാനിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഭീമാകാരന്മാരായ ജീവികളെയെല്ലാം നിയന്ത്രിക്കുകയും അതിനെ സൃഷ്ടിക്കുകയും ചെയ്തവൻ അത് ഏകനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്നാൽ ആ ഭീമാകാരന്മാരായ ജീവികൾക്കൊരിക്കലും അള്ളാഹുവിനെ അതിജീവിക്കാൻ സാധിക്കുകയില്ല. ആ ജീവികളെയെല്ലാം അതിജീവിച്ചുകൊണ്ട്, നിയന്ത്രിച്ചുകൊണ്ട്, കീഴ്പ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവൻ അവൻ ഏകനായ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതുകൊണ്ടാണ് അൽ വാഹിദ് എന്ന നാമത്തിനോടൊപ്പം അൽ ഖഹാർ എന്ന നാമത്തെ കൂടി അള്ളാഹു ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. ഏകനാണെങ്കിലും എല്ലാത്തിനെയും കീഴ്പ്പെടുത്താൻ കഴിവുള്ളവനാണ് അള്ളാഹു. അൽ വാഹിദാണ്, അൽ ഖഹാറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനായിരിക്കെ തന്നെ എല്ലാത്തിനും കഴിവുറ്റവനാണ്.
മറ്റുള്ളവരുടെ ആശ്രയം വേണ്ടാത്തവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനായിരിക്കെ തന്നെ പരിപൂർണനാണ് എന്നതും നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ ആ അൽ ഖഹാർ എന്ന നാമം ചേർത്തു പറഞ്ഞ 6 സന്ദർഭങ്ങൾ നമുക്കിവിടെ വായിച്ചെടുക്കാൻ കഴിയും. സൂറത്തു യൂസുഫിലെ 39-ാമത്തെ വചനം അള്ളാഹു പറയണ, യാ സാഹിബസ് സിജിൻ അർബാബുൻ മുത്തഫരിഖൂൻ ഖൈറും അമില്ലാഹിൽ വാഹിദുൽ ഖഹാർ. അല്ല, വ്യത്യസ്തമായ ആരാധിക്കപ്പെടുന്ന ഈ വസ്തുക്കളാണോ ഖൈർ? അതല്ല, അള്ളാഹു ഏകനായവൻ, അതോടൊപ്പം എല്ലാത്തിനെയും ഉടമപ്പെടുത്തി അതിനെ കീഴ്പ്പെടുത്തി അതിനെ അതിജീവിച്ച് നിൽക്കുന്നവനായ ഏകനായ അള്ളാഹുവിനെയാണോ നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ താൽക്കാലികമായ ഏതെങ്കിലും ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെക്കാൾ ഖൈറായവൻ ഏകനായ, എല്ലാത്തിനെയും കീഴ്പ്പെടുത്തുന്ന, എല്ലാത്തിനെയും അതിജീവിച്ച് നിൽക്കുന്നവനായ അള്ളാഹുവാണ് ഖൈർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സൃഷ്ടിപ്പിലും അള്ളാഹു ഏകനാണ്. ഇന്ന് ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളെന്ന് പറയുന്ന വസ്തുക്കൾ അതൊക്കെയും പലപ്പോഴും പല വിഷയത്തിലും ദുർബലരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാൻ അവൻ ഖാലിഖാണോ എന്ന് നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. ഈ ലോകത്ത് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധ്യ വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന്, അള്ളയല്ലാത്ത ഏതെങ്കിലും ഒന്ന്, അത് ഖാലിഖാണോ എന്ന് പരിശോധിക്കുക, മാലിക്കാണോ എന്ന് പരിശോധിക്കുക, മുദബ്ബിറാണോ എന്ന് പരിശോധിക്കുക. ഇത് മൂന്നുമല്ല എന്നത് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. അള്ളാഹു അല്ലാത്ത മറ്റൊരു ആരാധ്യ വസ്തുവും ഖാലിക്കല്ല, മാലിക്കല്ല, മുദബ്ബിറല്ല. മാലിക് എന്ന് പറയുമ്പോൾ ഒരു ഭൗതികമായ ചില ഉത്തരവാദിത്തങ്ങളും ഒരു രാജപദവിയോ അല്ലെങ്കിൽ അധികാരമോ ഉണ്ടായെന്ന് വരാം. പക്ഷേ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നവൻ, മൊത്തത്തിൽ അധിപനായവൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ അവൻ അള്ളാഹു മാത്രമാണ്. പക്ഷേ ഖാലിഖ് എന്ന വിശേഷണം അത് ഒരു സൃഷ്ടിക്കുമില്ല. ഖാലിഖ് എന്ന വിശേഷണം ഇന്ന് പലപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഉസ്താദുമാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നബിക്ക് ഖാലിഖ് എന്ന വിശേഷണം കൊടുക്കാൻ പറ്റോ, CM-നും ഖാലിഖ് എന്ന വിശേഷണം കൊടുക്കാൻ പറ്റോ എന്നൊക്കെയുള്ള ചർച്ചയാണ്. അവരൊക്കെ ഖാലിഖീങ്ങളാണ് എന്ന് പറയുന്ന ചില ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലെ ചില ഉസ്താദുമാർ പിഴച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട്. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പലയാവർത്തി അള്ളാഹു ഖാലിഖല്ല, അള്ളാഹു അല്ലാത്തതൊന്നും ഒരു ഈച്ചയുടെ ചിറകിനെ പോലും സൃഷ്ടിച്ചിട്ടില്ല, ഈച്ചയെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ചിറകിനെ പോലും ഉടമപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഏകനായി കൊണ്ട് തന്നെ പരിപൂർണനാണ്. അവൻ ഏകനായി കൊണ്ട് തന്നെ എല്ലാത്തിനെയും കീഴ്പ്പെടുത്തുന്നവനാണ്. അങ്ങനെയുള്ളവൻ അൽ വാഹിദുൽ ഖഹാർ. തീർന്നില്ല, വിചാരണ വേളയിലോ അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. സൂറത്തു ഇബ്രാഹിമിൻ്റെ 48-ാമത്തെ വചനത്തിൽ അള്ളാഹു ചോദിക്കുന്നത്, ഈ ദുനിയാവിൽ ഒരുപാട് രാജാക്കന്മാരുണ്ട്, അധികാരങ്ങൾ കയ്യിലടക്കി അഹങ്കാരം നടിച്ചവരായ രാജാക്കന്മാർ, ഫിറഔനിനെ പോലെ, ഹാമാനിനെ പോലെ വ്യത്യസ്തമായ അധികാരങ്ങളും അതുപോലെ തന്നെ അഹംഭാവം നടിച്ച് അഹങ്കാരികളായി തീർന്ന, അധികാരത്തിൻ്റെ മുൾമുനയിൽ നിന്നുകൊണ്ട് തൻ്റെ കീഴിലുള്ളവരെ പല രൂപത്തിൽ പ്രയാസപ്പെടുത്തിയവർ നാളെ പരലോകത്തെത്തും. ആ പരലോകത്തെത്തിയ രാജാക്കന്മാരെ എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ്, വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അന്നത്തെ ദിവസം എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നത്തെ ദിവസം ആർക്കാ അധികാരമുള്ളതെന്ന് ചോദിക്കും. അധികാരികളെ വിളിച്ചു കൂട്ടിയിട്ട് അള്ളാഹു ചോദിക്കുന്നതാണ്, ആർക്കാണ് ഇന്ന് അധികാരമുള്ളത്? ദുനിയാവിൽ അധികാരം കാണിച്ച് അഹങ്കാരം കാണിച്ചവർ അവിടെ ഒന്നും ചെയ്യാൻ കഴിയാതെ പഞ്ചപുച്ഛ മടക്കി നിൽക്കുമെന്നാണ്. അങ്ങനെയുള്ളവനാണ് അൽ വാഹിദ് അൽ ഖഹാർ. എല്ലാത്തിനെയും കീഴ്പ്പെടുത്തുന്ന, എല്ലാത്തിനെയും അതിജീവിക്കുന്ന ഏകനായ സൃഷ്ടാവ് അത് അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിൽ പോലും പ്രവാചകൻ എടുത്തു പറഞ്ഞ നാമമാണ് അൽ വാഹിദ്. ഖുൽ ഇന്നമാ അന മുൻദിറുൻ, നബിയെ പറയുക, ഞാൻ വെറും താക്കീതുകാരൻ മാത്രമാണ് എന്ന് പറയുക. എന്നിട്ട് പറയാണ്, വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്, അല്ലല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന് എടുത്തു പറഞ്ഞതിന് ശേഷം ആ അള്ളാഹുവിൻ്റെ വിശേഷണത്തെ ആദ്യമായി പറഞ്ഞത് അൽ വാഹിദ് അൽ ഖഹാർ. അവൻ ഏകനാണ്, അതോടൊപ്പം അവൻ എല്ലാത്തിനെയും അതിജീവിച്ച് നിൽക്കുന്നവനാണ് എന്നെടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ വേണ്ടി വന്ന ചില ആളുകൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിച്ച് അള്ളാഹുവിനെ വിശേഷിപ്പിച്ച ചില ആളുകൾ ഉണ്ടായിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾ അവർ അള്ളാഹുവിന് പെൺമക്കളുണ്ട് എന്ന് വാദിച്ചു.
ഉസൈർ ഇബ്നുല്ലാ, അള്ളാഹുവിൻ്റെ മകനാണ് ഉസൈർ എന്ന് വാദിച്ചവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈസ ഇബ്നുല്ലാ, ക്രിസ്ത്യാനികൾ വാദിച്ചതാണ് ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മകനാണ് എന്ന്. ഇങ്ങനെ വ്യത്യസ്തമായ ആരോപണങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ ചില ആളുകൾ അഴിച്ചുവിട്ടപ്പോൾ പോലും അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് മറുപടിയായി കൊണ്ട് പറഞ്ഞത്, ലൗ അറാദ അല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫാ മിമ്മാ യഖ്ലുഖു മാ യശാ. അള്ളാഹു ഒരു മകനെ സ്വീകരിക്കുമായിരുന്നുവെങ്കിൽ സൃഷ്ടികളിൽ ഏറ്റവും മഹത്തായതിനെ സ്വീകരിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ. അവിടെ പറഞ്ഞപ്പോഴും, ആ ആരോപണത്തിനു മറുപടിയായി പറഞ്ഞപ്പോഴും അള്ളാഹു പറഞ്ഞത് അവൻ ഏകനാണ്. മക്കളെ സ്വീകരിച്ചിട്ടില്ല, ഇണയില്ല, അതുപോലെ തന്നെ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല, മറിച്ച് അവൻ അൽ വാഹിദാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല എടുത്തു പറഞ്ഞു. പരലോകത്ത് സർവ്വാധികാരികളെയും കൊണ്ടുവരുന്ന സമയത്ത് അവിടെ വീണ്ടും പറയുന്ന മറ്റൊരു വാചകം സൂറത്തു ഗാഫിറിന്റെ 16-ാമത്തെ ആയത്ത്, ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അവിടെയും എടുത്തു പറഞ്ഞത് അള്ളാഹു ഏകനാണ്. അവൻ എല്ലാത്തിനെയും, എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും ശരി, അവരുടെ എല്ലാം ആധിപത്യം അത് അള്ളാഹുവിന് മാത്രമാണ്. അവൻ ഏകനാണ്. ഏകനായി കൊണ്ട് തന്നെ ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുവാനും സൃഷ്ടിക്കുവാനും ഇതിനെ അള്ളാഹു സുബ്ഹാനഹു തആല പരിപാലിക്കുവാനും അവൻ ഏകനായി കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നവനാണ്. അങ്ങനെയുള്ളവനാണ് അൽ വാഹിദ് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു. ഇനി ഹദീസുകളിൽ സമാനമായ നാമങ്ങൾ എടുത്തു പറയുന്നത് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വന്ന നാമമാണ് അൽ വാഹിദ് എന്ന നാമം. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്ന സമയത്ത് അൽ വാഹിദ് എന്ന നാമം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണ, ഉറക്കിൽ നിന്ന് ആരെങ്കിലും അസ്വസ്ഥനായിക്കൊണ്ട് ഇടയിൽ എണീക്കുകയാണെങ്കിൽ, ഉറക്കിൽ നിന്ന് ഞെട്ടി എണീക്കുമല്ലോ, ആ സമയത്ത് ആരെങ്കിലും എണീക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിടത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ വാഹിദുൽ ഖഹാർ. അവിടെയും പ്രവാചകൻ എടുത്തു പറഞ്ഞത് അൽ ഖഹാർ എന്ന നാമത്തോടൊപ്പം അൽ വാഹിദിനെ ചേർത്തു പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവൻ അൽ വാഹിദ്, അവൻ ഏകനാണ്. അൽ ഖഹാർ, അവൻ സർവ്വതിനും അധിമനാണ് എന്ന് പറയുന്നുണ്ട്. തീർന്നില്ല. ആ പ്രാർത്ഥനയുടെ ബാക്കി ഭാഗം റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമൽ അസീസുൽ ഗഫാർ, ആകാശഭൂമികളുടെ അധിപൻ, അതിൻ്റെ എല്ലാം അതിനിടയിലുള്ളതിൻ്റെയും സർവ്വതിൻ്റെയും ഉടമയായ അൽ അസീസായ അൽ ഗഫാറായ, പാപങ്ങൾ പുറത്തു തരുന്നവനായ അള്ളാഹു, അവൻ വാഹിദാണ് എന്ന് പ്രവാചകൻ എടുത്തു പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ വാഹിദുൽ ഖഹാർ, പിന്നെ റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ അൽ അസീസുൽ ഗഫാർ എന്ന ഈ പ്രാർത്ഥന അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെക്കണം. കാരണം നമ്മുടെ ഉറക്കിനിടയിൽ ഞെട്ടി എണീക്കുക എന്നത് ഒരുപക്ഷെ ആർക്കും സംഭവിക്കാം. അവിടെ നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാലോ, പ്രവാചകൻ പറഞ്ഞതെന്നറിയോ, അവൻ്റെ അസ്വസ്ഥതകൾ നീങ്ങിപ്പോകുന്നതാണ്. ആ രാത്രിയിൽ കണ്ട പേടിച്ച് ഞെട്ടി എണീറ്റ ആ ഒരു അവസ്ഥയിൽ അവൻ്റെ അസ്വസ്ഥതകളെ നീക്കിക്കളയാൻ ഈ പ്രാർത്ഥന ഉപകരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അൽ വാഹിദ് എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അൽ വാഹിദ് എന്ന് പറഞ്ഞാൽ അവൻ ഏകനാണ്. അൽ ഖഹാർ എന്ന നാമം ചേർത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതോടൊപ്പം വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും അൽ വാഹിദ് എന്ന നാമത്തോടൊപ്പം ചേർത്തു പറഞ്ഞ മറ്റൊരു നാമമാണ് അസ്സമദ് എന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏകനായിരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പല ആവശ്യങ്ങളുണ്ടാകും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആശ്രയങ്ങൾ ഒരുപാട് ആവശ്യമുണ്ട്. മറ്റുള്ള ആളുകളുടെ ആശ്രയം ആവശ്യമുള്ളവരാണ് യഥാർത്ഥത്തിൽ മറ്റു അള്ളാഹു അല്ലാത്ത മറ്റേത് ജീവിയും. ഈ ലോകത്ത് ജനിച്ചു വീണ എല്ലാവർക്കും ഒന്നില്ലെങ്കിൽ മറ്റൊരാളുടെ ആവശ്യമുണ്ട്. ഈ കസേരയിട്ട് ഇവിടെ വന്നിരിക്കാൻ, അല്ലെങ്കിൽ ഈ മൈക്ക് സെറ്റ് ചെയ്യാൻ, ഇവിടെ ക്യാമറ സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ, അതിലെല്ലാം ഓരോരുത്തരുടെ ആവശ്യമുണ്ട്. ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ പിന്നിൽ എന്തെല്ലാം ആളുകൾ ഏതെല്ലാം തരത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രൂപത്തിൽ വ്യത്യസ്തമായ രൂപത്തിൽ നമ്മൾ മറ്റുള്ള ആളുകളുമായി കൊണ്ട് പരസ്പരം സഹകരിച്ചും കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയും പരസ്പരം ആശ്രയിച്ചാണ് മനുഷ്യർ ജീവിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല ഏകനായിരിക്കെ അവന് മറ്റൊരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. അള്ളാഹു അസ്സമദാണ്. അതുകൊണ്ടാണ് അൽ വാഹിദ് എന്ന നാമം പറയുന്നതോടൊപ്പം അസ്സമദ് എന്ന നാമത്തെ വിശുദ്ധ ഖുർആൻ ചേർത്തു പറഞ്ഞിട്ടുള്ളത്. ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തശഹുദിൽ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ് ബിഅന്നകൽ വാഹിദുൽ അഹദുസ് സമദ് ലം യലിദ് വലം യൂലദ്
വലം യകുൽ ലഹു കുഫുവൻ അഹദ് അൻ തഗ്ഫിറ ലി ദുനൂബി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് പ്രവാചകൻ ഇത് കേൾക്കണം. ആ മനുഷ്യൻ തശഹുദിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേൾക്കുന്നുണ്ട്. ഇത് കേട്ടപാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖദ് ഗഫറല്ലാഹു ലഹ്, അവനെ അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. 3 പ്രാവശ്യം ആവർത്തിച്ചു എന്നാണ്. ആ പ്രാർത്ഥനയുടെ വാചകം എങ്ങനെയാ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ്, അള്ളാഹുവെ നിന്റെ നാമം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കണം, നിന്റെ നാമം മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ കാരണമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അള്ളാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്, അത് നിങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കൂ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ എനിക്ക് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഗഫൂർ അല്ലെങ്കിൽ ഗഫാർ പോലെയുള്ള അനുയോജ്യമായ പേരുകൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ കാരണമാകുമെന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ്. ഇവിടെ പ്രവാചകൻ പറയാണ്, ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ് ബി അന്നൽ വാഹിദ്, അവിടെ വീണ്ടും അള്ളാഹുവിൻ്റെ നാമം എടുത്തു പറഞ്ഞതിൽ ഒന്നാമത് പറഞ്ഞെന്താ? അൽ വാഹിദ് എന്ന നാമമാണ്. അൽ വാഹിദ്, അൽ അഹദ്, അസ്സമദ്. അള്ളാഹു സുബ്ഹാനഹു വതആല സമദാണ്. അപ്പോൾ ഈ അഹദ് എന്ന നാമത്തിനോടൊപ്പം അല്ലെങ്കിൽ അൽ വാഹിദ് എന്ന നാമത്തോടൊപ്പം പ്രവാചകൻ ഹദീസിലൂടെ പഠിപ്പിച്ചു തന്നത് അസ്സമദ് എന്ന നാമമാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. അള്ളാഹു ഏകനാണ്, അതോടൊപ്പം പരാശ്രയമുക്തനാണ്. ഏകനായിരിക്കെ തന്നെ ആരുടെയും ആശ്രയമില്ലാത്തവൻ എന്ന അർത്ഥവും നമ്മൾ അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട്. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു റിവായത്തിൽ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും, ആ മനുഷ്യൻ പ്രാർത്ഥിച്ചത് അള്ളാഹുവിൻ്റെ ഇസ്മുൻ അദീം, ശ്രേഷ്ഠമായ നാമം മുൻനിർത്തിക്കൊണ്ടാണ് പ്രാർത്ഥിച്ചത് എന്നാണ്. അത് അള്ളാഹുവാണ് എന്ന ചർച്ചകളുണ്ട്, അതല്ല ഈ നാമങ്ങൾ മുഴുവനാണ് എന്ന ചർച്ചകളുണ്ട്. ഏതായാലും അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുഴുവൻ ഉത്കൃഷ്ടമാണ് എന്നതിൽ നമുക്ക് തർക്കമില്ല. വിശുദ്ധ ഖുർആൻ അത് രാത്രിയിൽ 1/3 ഓതി തീർക്കാൻ എല്ലാ ദിവസവും നമുക്ക് സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പ്രവാചകൻ ചോദിക്കുകയാണ്, അയഅ്ജിസു അഹദുക്കും അൻ യഖറഅ സുലുസുൽ ഖുർആന ഫീ ലൈൽ, ഒരു രാത്രി ഖുർആനിൻ്റെ 1/3 ഓതി എല്ലാ ദിവസവും രാത്രി ഖുർആനിൻ്റെ 1/3 ഓതാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിക്കണം. സഹാബത്ത് പറയുകയാണ്, ഫശക്ക ദാലിക അലൈഹിം വഖാലു അയ്യുനാ യുതീഉ ദാലിക യാ റസൂലല്ലാഹ്, റസൂലേ അതെങ്ങനെ സാധിക്കാം? അവരെല്ലാം സംശയത്തിലായി. എല്ലാ ദിവസവും രാത്രി ഖുർആനിൻ്റെ 1/3 ഓതുക എന്നുള്ളത് അവർക്ക് സംശയത്തിലായി. ആ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു അൽ വാഹിദ് അസ്സമദ് സുലുസുൽ ഖുർആൻ എന്ന് വെച്ചാൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക എന്നത് ഖുർആനിൻ്റെ 1/3 പാരായണം ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ്. അപ്പോൾ അതിൽ അല്ലാഹു അൽ വാഹിദ് ആണെന്ന് പറഞ്ഞു, അല്ലാഹു അസ്സമദ് ആണെന്ന് പറഞ്ഞു, അല്ലേ? ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലേ? അവിടെ തന്നെ പറഞ്ഞു അല്ലാഹു അസ്സമദ്. ആദ്യത്തെ 2 ആയത്തുകളിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഏകത്വവും അതോടൊപ്പം അള്ളാഹുവിൻ്റെ പരാശ്രയമുക്തനാണ് എന്ന, അവൻ ഏകനായിരിക്കെ തന്നെ അവൻ പരാശ്രയമുക്തനാണ് എന്ന വിഷയം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടി നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് പ്രാർത്ഥനയുടെ വിഷയം പറഞ്ഞു, രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട, നമ്മൾ കിടക്കുന്നതിന് മുമ്പ് രാത്രിയിൽ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഖുർആനിൻ്റെ 1/3 പാരായണം ചെയ്തിട്ട് കിടന്നുറങ്ങിയതിൻ്റെ പ്രതിഫലം നമ്മുടെ ജീവിതത്തിൽ കിട്ടും. അതുകൊണ്ട് ഈ ഒരു വിഷയം ഒരു വസിയത്തായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇനിയുള്ള രാത്രികളിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും ചെറിയ സൂറത്ത്, അല്ലേ, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ 2 മിനിറ്റ് പോലും വേണ്ട, 1 മിനിറ്റിനുള്ളിൽ ഓതി തീർക്കാവുന്ന ഏറ്റവും ചെറിയ സൂറത്താണ്. ആ സൂറത്ത് നമ്മൾ പാരായണം ചെയ്ത് കിടന്നുറങ്ങുകയാണെങ്കിൽ അന്നത്തെ ദിവസം രാത്രിയിൽ ഖുർആനിൻ്റെ 1/3 പാരായണം ചെയ്തവനെ പോലെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ, അൽ വാഹിദായ അള്ളാഹു അവൻ ഏകനാണെങ്കിലും എല്ലാത്തിനും സർവ്വതിനും അള്ളാഹു മതി എന്നത് നമ്മൾ ഈ ഒരു നാമത്തിൽ നിന്ന് വായിച്ചെടുക്കുന്നു. അതോടൊപ്പം 2 കാര്യങ്ങൾ, അവൻ ഏകനായിക്കൊണ്ട് തന്നെ എല്ലാത്തിനെയും അതിജീവിക്കുന്നു എന്നാണ്. അവൻ ഏകനായതുകൊണ്ട് അവൻ അശക്തനല്ല. അള്ളാഹു ഏകനാണ് എന്നതുകൊണ്ട് അള്ളാഹു അശക്തനല്ല, സർവ്വതിനും കഴിവുറ്റവനാണ്.
അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുറ്റവനാകുന്നു അള്ളാഹു. അതുകൊണ്ട് തന്നെ അവൻ്റെ തീരുമാനങ്ങൾ എന്ത് ചെയ്യും? നടപ്പിലാക്കപ്പെടും. അള്ളാഹു ഏകനാണ് എന്നതുകൊണ്ട് അവൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഒരു തടസ്സവുമില്ല. അള്ളാഹു എന്താണോ തീരുമാനിച്ചത് അത് ഈ ലോകത്ത് നടപ്പിലാക്കപ്പെടും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനായിരിക്കെ തന്നെ അള്ളാഹുവിലേക്ക് മറ്റെല്ലാം ആശ്രിതരുമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു ഏകനായിരിക്കെ അള്ളാഹുവിനെ എല്ലാം നടപ്പിലാക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാൻ ഈ ലോകത്ത് എത്ര വലിയ ശക്തിയും അധികാരവുമുള്ള വ്യക്തികൾക്കോ ശക്തികൾക്കോ സാധിക്കുകയില്ല. അതോടൊപ്പം ഈ വ്യക്തികൾ എത്ര വലിയ ശക്തിയുള്ള, ഭരണാധികാരമുള്ള, കഴിവുള്ള, കെൽപ്പുള്ള ആളുകളാണെങ്കിൽ പോലും അള്ളാഹുവിലേക്ക് അവർ ആശ്രിതരാണ് എന്നത് ഒരു ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഹിജറ 6-ാം വർഷത്തിൽ ഹുദൈബിയ സന്ധി നടന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പുവെച്ചത് 10 വർഷം ഇനി മക്കക്കാരുമായി യുദ്ധമില്ല എന്നാണ്. ഇനി പരസ്പരം പോരടിക്കലില്ല. അങ്ങനെ ഒരു കരാറിൽ ഏർപ്പെട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാക്കന്മാരിലേക്ക് കത്തെഴുതുവാൻ വേണ്ടി തീരുമാനിച്ചു. സഹാബത്ത് കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് തന്നെ പ്രവാചകന് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. സഹാബത്ത് പറഞ്ഞത്, രാജാക്കന്മാർ കത്ത് സ്വീകരിക്കണമെങ്കിൽ അതിൽ ഔദ്യോഗികമായ ഒരു സീല് വേണം. അതിനുശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മോതിരം സ്വീകരിക്കുന്നത്. ആ മോതിരത്തിൽ 3 ലൈനാണ്: മുഹമ്മദ്, റസൂൽ, അല്ലാഹ്. ഇങ്ങനെ 3 ലൈനുകൾ ആ മോതിരത്തിൽ എഴുതിയത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ മോതിരം വെച്ച് കത്തിൽ സീല് പതിപ്പിക്കുന്നത് പ്രവാചകൻ പിന്നീട് സ്വീകരിച്ച ഒരു മാതൃകയായിരുന്നു. അങ്ങനെ പല രാജാക്കന്മാരിലേക്കും കത്തയച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിഹിയത്തുൽ കൽബി എന്ന സഹാബിയിൽ ഒരു കത്ത് കൊടുത്തയക്കുകയാണ് കൈസറിലേക്ക്. കൈസറിൻ്റെ രാജാവിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദിഹിയത്തുൽ കൽബി ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകന്റെ സന്നിധിയിൽ മനുഷ്യരൂപത്തിൽ വരുമ്പോൾ ദിഹിയത്തുൽ കൽബിയുടെ രൂപം സ്വീകരിക്കുമായിരുന്നു എന്നാണ്. പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കും, ഈ വന്ന മനുഷ്യനാരാ? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതാണ്, ദിഹിയത്തുൽ കൽബിയാണ് വന്നുപോയത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുമെന്നാണ്. അത് വന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം സ്വീകരിക്കുന്ന രൂപം ദിഹിയത്തുൽ കൽബിയുടെ രൂപമായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും അങ്ങനെ ദിഹിയത്തുൽ കൽബി കൈസറിൻ്റെ രാജാവിൻ്റെ അടുക്കലേക്ക് കത്തുമായി ചെന്നു. ആ കത്ത് വായിച്ചു. കത്തിൽ ഇസ്ലാം സ്വീകരിക്കണം എന്നാണ്, ഇസ്ലാം സ്വീകരിച്ച് രക്ഷ പ്രാപിക്കണം എന്നാണ്. അങ്ങനെ ആ കത്ത് വായിച്ചതോടുകൂടി ആ മനുഷ്യന് ചിലത് ബോധ്യപ്പെട്ടു. ഇസ്ലാമാണ് സത്യമെന്നും ബൈബിളിൽ വായിച്ച ചില സത്യങ്ങൾ ഈ കത്തിലുണ്ട് എന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള പുരോഹിതന്മാരെയും ക്രൈസ്തവരെയും അണികളെയും എല്ലാം വിളിച്ചു കൂട്ടിയതിന് ശേഷം അദ്ദേഹം ചോദിക്കുകയാണ്, വിജയവും വിവേകവും ആവശ്യമുണ്ടോ? വിജയവും വിവേകവും നിങ്ങൾ ആഗ്രഹിക്കുകയാണോ എന്ന് ചോദിക്കണം. അപ്പോൾ ആരാ വിജയവും വിവേകവും ആവശ്യപ്പെടാത്തത് അല്ലെങ്കിൽ ആഗ്രഹിക്കാത്തത്? വിജയം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. വിവേകം എന്നത് എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു സവിശേഷമായ വിശേഷണമാണ്. അവരെല്ലാവരും എന്ത് ചെയ്തു? ഒന്നടങ്കം സമ്മതിച്ചു, അതെ ഞങ്ങൾക്കതാവശ്യമാണ്. അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, രാജാവ് പറഞ്ഞു കൊടുക്കുകയാണ്, എങ്കിൽ ഈ കത്തയച്ച പ്രവാചകനിലേക്ക് നിങ്ങൾ വിശ്വസിച്ചുകൊള്ളൂ. ബൈബിളിൽ ഞാൻ കണ്ട ആ വായിച്ച പ്രവാചകനെ ഈ കത്തിൽ ഞാൻ വായിക്കുകയാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ എന്താ സംഭവിച്ചെന്നറിയോ? ദിഹിയത്തുൽ കൽബി പറയാണ്, ഈ കാട്ടുപശുക്കൾ അലറുന്നത് പോലെ അവർ കുരിശും ഏന്തി അട്ടഹസിച്ചു എന്നാണ്. അതായത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. രാജാവ് പറയുന്നു, പ്രജകൾക്ക് അല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ അട്ടഹസിച്ചപ്പോൾ താൻ സ്വീകരിച്ച, താൻ മനസ്സിലാക്കിയ ആ ഇസ്ലാമിനെ അധികാരത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ദുനിയവ്യായ ഒരു നേട്ടത്തിൻ്റെ പേരിൽ അവിടെ തിരുത്തി പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ നിങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു. രാജാവ് പറയാൻ, ഈ അണികളോട്, അട്ടഹസിച്ച അണികളോട് പറയാണ്, ഞാൻ നിങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ എത്ര കണ്ട് ഉറച്ചു നിൽക്കുന്നു എന്ന പരീക്ഷണമായിരുന്നു ഞാനിവിടെ നടത്തിയത് എന്ന്. ഇത് കേട്ടപ്പോഴേക്ക് ആളുകൾ മൊത്തം രാജാവിന് സാഷ്ടാംഗം വണങ്ങി സുജൂദിൽ വീണു എന്ന് ദിഹിയത്തുൽ കൽബി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഇവിടെ ആ കത്തിലുള്ള വാചകം എന്തെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച ആ കത്തിൽ ആദ്യത്തെ വചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞതിന് ശേഷം ഇലാ കൈസർ
അലീമിർ റൂം, റൂമിൻ്റെ ഏറ്റവും മഹത്തായ മഹാരാജാവായ പിന്നെ ഇല അലീമിർ റൂം എന്നാണ് ഹദീസിൽ. അപ്പോൾ ആ രാജാവ്, മഹത്തായ രാജാവ്, മഹാനായ രാജാവ് എന്നാണ് ആര് പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവിശേഷം വിശേഷിപ്പിച്ചത്. എന്നിട്ടും ആ മഹാരാജാവിന് എന്തു പറ്റിയിട്ടില്ല? തൻ്റെ കീഴിലുള്ള ആളുകളെ അടക്കി നിർത്താൻ കഴിഞ്ഞിട്ടില്ല. തൻ്റെ കീഴിലുള്ളവർ തന്നെ ബഹിഷ്കരിക്കുമോ എന്ന പേടിയാൽ ആ വിശ്വസിച്ച അല്ലെങ്കിൽ ഉൾക്കൊണ്ട മനസ്സിലാക്കിയ വിശ്വാസത്തെ മാറ്റി നിർത്താൻ അവർ തയ്യാറായി. അപ്പോൾ ഒരു മഹാരാജാവിന് തൻ്റെ കീഴിലുള്ള ആളുകളെ അടക്കി നിർത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അൽ വാഹിദായ അള്ളാഹു സർവ്വതിനെയും അടക്കി വാഴുന്ന, എല്ലാത്തിനെയും ഏകനായി കൊണ്ട് തന്നെ സർവ്വതിനെയും അള്ളാഹു അടക്കി വാഴുന്നു, അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അൽ വാഹിദാണ്, അതോടൊപ്പം അവൻ അൽ ഖഹാറാണ്. അൽ വാഹിദാണ്, അവൻ സമദാണ്, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പരാശ്രയമുക്തനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനായിരിക്കെ തന്നെ അവൻ എല്ലാത്തിനെയും അതിജീവിക്കുന്നവനാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പരസ്പരം ആവശ്യമുള്ള അല്ലെങ്കിൽ പരസ്പരം സഹായം ആവശ്യമുള്ളവരാണ് മനുഷ്യർ എന്നത് ഞാൻ പറഞ്ഞല്ലോ. അള്ളാഹു ഒഴികെ ബാക്കിയുള്ളതെല്ലാം പരസ്പരം ആശ്രയിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് പോലും ആരാ പ്രവാചകൻ? ആദരവായ റസൂൽ കരീം സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാൻ. സൃഷ്ടികളിൽ, മനുഷ്യരെന്നല്ല, സൃഷ്ടികളിൽ ശ്രേഷ്ഠനാണ്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് പോലും ആശ്രയം വേണ്ടി വന്നിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സമയത്ത് ചില ദിവസങ്ങളിൽ, രാത്രികളിൽ സഹാബത്തിനോട് ചോദിക്കുമെന്നാണ്, മൻ യഹ്റുസുനി അല്ലൈൽ, ഈ ദിവസം, ഇന്നത്തെ രാത്രിയിൽ എനിക്ക് കാവൽക്കാരനായി ആര് നിൽക്കും എന്ന് പ്രവാചകൻ ചോദിച്ചിട്ടുണ്ട്. കാരണം അന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പ്രവാചകനെ വധിക്കാൻ, വകവരുത്താൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചോദ്യങ്ങൾ സഹാബത്തിനോട് ചോദിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും അവരുടെ ഊഴത്തിനനുസരിച്ച് മാറി നിന്നിരുന്നു എന്നാണ്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, വല്ലാഹു യഅ്സിമുക മിനന്നാസ്, നബിയെ, ജനങ്ങളിൽ നിന്ന് താങ്കളെ അള്ളാഹു സംരക്ഷിക്കും. ഈ ആയത്തിന് ശേഷമാണ് പിന്നെ വീട്ടിൽ കാവൽക്കാരെ നിർത്തുന്ന ഒരു ഏർപ്പാട് മാറ്റിയത്. അപ്പോൾ സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും എന്തു വേണ്ടി വന്നിട്ടുണ്ട്? കാവൽക്കാരെ. പരാശ്രയം മുക്തനല്ല പ്രവാചകൻ, ആശ്രയം വേണ്ടി വന്നിട്ടുണ്ട്. സേവകരെ പ്രവാചകൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മറ്റു ഇടയന്മാർ ഉണ്ടായിരുന്നിട്ടുണ്ട്. പ്രവാചകന്റെ ആവശ്യ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടി പലരെയും ആശ്രയിച്ചിട്ടുണ്ട് എന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. പക്ഷേ അള്ളാഹു ആരാ? അള്ളാഹു ഏകനായിരിക്കെ പരാശ്രയമുക്തനാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. സഹോദരങ്ങളെ, നമുക്ക് തീരുമാനിക്കാൻ കഴിയണം. ഇവിടെ അള്ളാഹു ഏകനാണ്, സർവ്വതിനും കഴിവുറ്റവനാണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ആ അള്ളാഹുവിലേക്ക് മടങ്ങാൻ, അവനിലേക്ക് മാത്രം നമ്മുടെ ആശ്രയങ്ങൾ നടത്താൻ, നമ്മുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാൻ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയാൻ, നമ്മുടെ ആവലാതികൾ ബോധിപ്പിക്കാൻ അള്ളാഹുവിനോട് മാത്രം, ഏകനായവനായ അള്ളാഹുവിനോട് മാത്രം, അൽ വാഹിദായ റബ്ബിനോട് മാത്രമായിരിക്കണം നമ്മുടെ തേട്ടം. നമ്മുടെ നാടുകളിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. മഹാന്മാരാണ്, അമ്പിയാക്കന്മാരാണ് എന്ന് പറഞ്ഞ് അവരോട് പ്രാർത്ഥിക്കുന്ന, ഖബറാളികളോട് സഹായം തേടുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ അൽ വാഹിദായ, അസ്സമദായ, എല്ലാത്തിനും കഴിവുറ്റവനായ, എല്ലാത്തിനും പരാശ്രയമുക്തനായ, അതോടൊപ്പം എല്ലാത്തിനെയും അടക്കി വാഴുന്നവനായ ഏകനായ റബ്ബിലേക്ക് നമ്മുടെ കാര്യങ്ങൾ തിരിച്ചുവിടുക എന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ പൂർത്തീകരിക്കാൻ ഹസ്ബുനല്ലാഹ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. ഏകനാണെങ്കിൽ പോലും നമ്മുടെ ആവശ്യ പൂർത്തീകരണങ്ങൾ നടത്തിത്തരാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ റബ്ബിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തണം, നമ്മുടെ പ്രാർത്ഥനകൾ ഉയരണം, നമ്മുടെ ആവലാതികൾ ബോധിപ്പിക്കണം. അങ്ങനെയുള്ള ആ റബ്ബിനെ നമ്മൾ ശരിയാവണ്ണം തിരിച്ചറിഞ്ഞ് റബ്ബിലേക്ക് മടങ്ങാനാണ് നമ്മുടെ ആവലാതികൾ ബോധിപ്പിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ രൂപത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങാൻ, റബ്ബിനെ മനസ്സിലാക്കാൻ, ഏകനായ റബ്ബിനെ തിരിച്ചറിഞ്ഞ് ആ റബ്ബിലേക്ക് നമ്മുടെ സർവ്വതും സമർപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാനും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.